സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സ്വർണ്ണവിലയിൽ ഒരു കുതിപ്പുണ്ടാകുന്നത്. ഇന്നലെയൊക്കെ തന്നെ 90,000 കടന്നിരുന്നു. ഇന്നത് ഒറ്റയടിക്ക് 1,800 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. വ്യാപാരി എന്ന നിലയിൽ എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്? ഒന്നാമത് കച്ചവടമൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. ഇങ്ങനെയുള്ള ഒരു വിലയിലുണ്ടാകുന്ന ഈ ചേഞ്ച് ശരിക്കും വ്യാപാരത്തെ വളരെ മോശമായിട്ടുള്ള തരത്തിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്തണമെന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന സമയങ്ങളിൽ പോലും ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചുകൾ ആളുകൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുകയും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് അവരകന്നു നിൽക്കുന്ന തരത്തിലേക്ക് ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. അത് വാങ്ങുന്ന ആളുകളെ പോലെ തന്നെ വിൽക്കാനുള്ള ആളുകളും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്നത് കുറയുകയാണ്. കാരണം ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചു പോകുന്നു. അപ്പൊ ആളുകൾ ചിന്തിക്കുന്നത് ഇനിയും വില ഇങ്ങനെ വർദ്ധിക്കുകയാണെങ്കിൽ നല്ലൊരു വിലയിലേക്ക് പഴയതുപോലെ അല്ലെങ്കിൽ അതിൽ ഉപരിയായിട്ട് പവന് 1,00,000 രൂപയൊക്കെ കടന്ന് മുന്നോട്ട് പോകും എന്നുള്ള തരത്തിൽ ആളുകൾ ചിന്തിക്കുകയും അതിനെ തുടർന്ന് വിൽക്കാനുള്ള ആളുകൾ പോലും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത് നിന്ന് അകലം പാലിക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ചുള്ള അവര് പലിശ നിരക്ക് കുറയ്ക്കുമെന്നതിനെ സംബന്ധിച്ച് ഉള്ള പ്രതീക്ഷകൾക്ക് ആക്കം കൂടിയത്. അതായത് അത് ഉറപ്പായിട്ടും ഈ വരുന്ന മാസം തന്നെ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയും എന്നുള്ള തരത്തിൽ ഉള്ള ചിന്തയാണ് ഈ മാർക്കറ്റുകളെ മൊത്തത്തിൽ അത് ബാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇത് എത്ര ദിവസം അല്ലെ എത്ര നാളിത് ഈ ഒരു വർധനവ് തുടരും എന്നതിനെ സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു പ്രഡിക്ഷനും സാധ്യമല്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ അസാധ്യമായ ഈ പ്രതിഭാസങ്ങൾ വ്യാപാരികളെ ശരിക്കും വ്യാപാരത്തെ പിന്നോട്ടടിക്കുന്നത് മൂലം വ്യാപാരികൾ ശരിക്കും ഒരു പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. അതേപോലെ തന്നെയാണ് സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കട ഇപ്പം സ്വന്തം കെട്ടിടം അല്ലെങ്കിൽ അതിൻ്റെ റെൻറ്റ്, അതുപോലെ തന്നെ സ്റ്റാഫിനുള്ള ശമ്പളം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? അതേപോലെ തന്നെ മുൻപ് നമുക്കൊക്കെ റിപ്പോർട്ട് കിട്ടിയതൊക്കെ അനുസരിച്ച് പല സ്വർണ്ണ വ്യാപാരികളും ഈ കച്ചവടത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങുന്നതായിട്ടും അതേപോലെ തന്നെ പുതിയ ജ്വല്ലറികളൊന്നും തന്നെയുള്ള ഉദ്ഘാടനം അതൊന്നും നമ്മൾ സാധാരണയായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നതാണ്. പക്ഷേ അതുപോലും ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ ഈ ഫീൽഡിൽ നിന്ന് തന്നെ ആളുകൾ മാറുകയാണ്. ശരിക്കും അതൊരു വലിയ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണ്. ഇതിനു മുൻപ് ഇങ്ങനെ ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായത് നേരത്തെ റിസഷൻ കാല സമയത്താണ്. അതായത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ സമയത്ത് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇതുപോലെ ആളുകൾ എത്താതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും അതിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് വ്യാപാരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം അല്ലെ ഒരു വർഷത്തിലധികമായി വ്യാപാരങ്ങളിൽ മൊത്തത്തിലൊരു മാന്ദ്യം ഉണ്ടായിരുന്നെങ്കിലും അത് അതിന്റെ പീക്ക് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു വിലയിലുള്ള വർധനവും കുറവും കാരണം. ഒന്നുകിൽ വില കുറയുക, വില കുറഞ്ഞ് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ വില കൂടി ഒരിടത്ത് എവിടെയെങ്കിലും സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ സ്വർണ്ണ വ്യാപാരം നടക്കുകയുള്ളൂ. വില കൂടി നിൽക്കുകയാണെങ്കിൽ വിൽപ്പനയും വാങ്ങലും ഒക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ എക്സ്ചേഞ്ചുകളോ കാര്യങ്ങളോ എല്ലാം തന്നെയൊക്കെ നടക്കും. പക്ഷെ ഇങ്ങനെയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിപണിയിൽ ഇങ്ങനെ ഒരു തരത്തിലേക്ക് ഒരു ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളോട് അറിയുന്ന എല്ലാവരും തന്നെ ഇതിലേക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോവാതെ അവർ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം എന്തെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ നിൽക്കുന്നത്. പക്ഷെ അതൊന്നും ഉടനടിയൊന്നും അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ച് അത് കുറയുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും കൂടുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഒരു തരത്തിലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ ശരിക്കും വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ്. ഈ പറഞ്ഞ പോലെ സ്റ്റാഫുകളുടെ ശമ്പളം, കറണ്ട് ചാർജ് അടക്കം, വാടക അടക്കമുള്ള ഭീമമായ തുകകൾ മീറ്റ് ചെയ്യാനായിട്ട് വ്യാപാരികൾ വളരെയധികം വിഷമിക്കുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് പോകുന്നത്. പിന്നെ അതിനെയൊക്കെ തരണം ചെയ്യും. ഈ കാലവും കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വ്യാപാരികൾക്കില്ല. എപ്പോഴേലും ഒരു മാറ്റം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിലാണ് കൂടുതൽ വ്യാപാരികൾ നിൽക്കുന്നത്. പക്ഷേ ഈ വ്യാപാരം നടത്തുന്നതിനായിട്ട് ഒരുപാട് ലോണുകളൊക്കെ എടുത്ത് വ്യാപാരം ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. അവർ വീണ്ടും വീണ്ടും പുതിയ മേഖലകളിൽ പ്രൈവറ്റ് ആളുകളുടെ നിന്നൊക്കെ ലോണുകൾ സംഘടിപ്പിച്ചൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ അത് എത്ര നാൾ അല്ലെ എത്ര മാസം അവർക്ക് അങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. ഓരോ പ്രതീക്ഷയാണല്ലോ ഓരോരുത്തരെയും
ഓരോ പ്രതീക്ഷകളിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ പ്രതീക്ഷകൾക്കൊക്കെ എത്ര കണ്ട് ഒരു മുന്നോട്ടുള്ളൊരു നിലനിൽപ്പുണ്ടാവും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോ വ്യാപാരി എന്ന നിലയിൽ ഞാനടക്കമുള്ള ആളുകൾ ചിന്തിക്കുന്നത്. ഈ അസോസിയേഷനിലൊക്കെ ചർച്ചയ്ക്ക് വരുമ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് മറ്റ് വ്യാപാരികളൊക്കെ പറയുന്നത്? ഈ നമുക്ക് ഏതായാലും സ്വർണ്ണ വിലയിൽ ഒരു കുറവ് വരുത്താനൊന്നും സാധിക്കില്ല, ഈ പണിക്കൂലികളടക്കം എന്തെങ്കിലും കുറവ് വരുത്തുന്ന കാര്യമൊക്കെ സംസാരിക്കാറുണ്ടോ? എന്താണ് അങ്ങനെയുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ? പണിക്കൂലിയിലെ കുറവെന്ന് പറയുന്നതിനത് ഇപ്പോ പണ്ട് കാലത്തെ പോലെ വലിയ മാർജിനിൽ ഇട്ടല്ല ഒരു സ്വർണ്ണ വ്യാപാരവും നടത്തുന്നത്. കാരണം ഇപ്പൊ മെഷീനറിയിലൂടെ ആണ്, കൂടുതൽ മെഷീൻ മെയ്ഡ് ആണ്. പിന്നെ ഈ പ്രത്യേക തരത്തിലുള്ള ആഭരണങ്ങൾക്ക് മാത്രമാണ് കൂടിയ നിരക്കിൽ ഒക്കെ പണിക്കൂലി വരുന്നത്. അത് ഒരു വ്യാപാരിയെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർക്ക് ലഭിക്കുന്ന ഒരു പണിക്കൂലി ഉണ്ട്. ആ പണിക്കൂലിയിൽ അവരൊരു മാർജിൻ ഇടാതെ അവർക്ക് എന്താണെങ്കിലും വ്യാപാരം നടത്താൻ സാധിക്കില്ല. ഈ പണിത് നൽകുന്ന ആളുകൾ അവർക്ക് ചെലവാകുന്ന തരത്തിലുള്ളതനുസരിച്ചാണ് അവർ ഇതിനൊരു പണിക്കൂലി ഇടുന്നത്. പക്ഷെ ഈ പണിക്കൂലിയിലെ വ്യത്യാസം വരുത്തുന്നതുകൊണ്ടോ ഒന്നും ഇതിനകത്ത് സ്വർണ്ണ വിലയ്ക്കകത്ത് ഒരു ചേഞ്ച് വരില്ല. സ്വർണ്ണ വിലയ്ക്കകത്ത് ചേഞ്ച് വരണമെങ്കിൽ അടിസ്ഥാന വില കുറയണം, അല്ലെങ്കിൽ GST നിരക്കിൽ കുറവുണ്ടാവണം. ഇപ്പൊ നിലവില് 3% സ്വർണത്തിന്റെ GST എന്ന് പറഞ്ഞാൽ പോലും ഈ 3% GST എന്നുള്ള ഇതിൽ നിരക്കിൽ പോകുമ്പോൾ പോലും 360 രൂപയോട് അടുത്ത് ഒരു ഗ്രാമിന് നമുക്ക് GST മാത്രം അടയ്ക്കേണ്ടതായി വരുന്നുണ്ട്. അത് 2 കുറയ്ക്കുകയാണെങ്കിൽ തന്നെ ഒരു ഗ്രാമിന് 100 രൂപയുടെയൊക്കെ വ്യത്യാസം വരും. പക്ഷേ അതുകൊണ്ട് മാത്രം ഒന്നും ആവില്ല. ഈ ആഗോള തലത്തിലുണ്ടാകുന്ന ഈ ചേഞ്ചുകളെ അനുസരിച്ച് നമ്മളും അതിനൊപ്പം നീങ്ങുക എന്നുള്ളതിന് അല്ലാതെ ഇവിടെ കേരളത്തിലെ ആരിലും വല്ല നിശ്ചയിക്കുന്ന പോലെയോ ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. നമ്മളിപ്പോ ഒരു ഗ്ലോബലൈസേഷൻ വേൾഡിലല്ലേ പോകുന്നത്. അപ്പൊ ആ വിദേശത്തുണ്ടാകുന്ന ചേഞ്ചുകൾ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു വില കുറവ് ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും വ്യാപാരികൾക്കോ അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്കോ അതുകൊണ്ടൊരു പ്രത്യേകിച്ച് ലാഭമോ ഒന്നും ലഭിക്കാനായിട്ട് ഒരു സാധ്യതയുമില്ല. അതുപോലെയാണ് ശ്രീ അരുൺ, ഈ ആളുകൾക്കൊക്കെ തന്നെയും ഈ കസ്റ്റമേഴ്സൊക്കെ തന്നെ അവരുടെ ഉള്ളിലുള്ള ഒരു ചിന്തയാണ്, അതായത് കോടികൾ വില മതിക്കുന്ന വസ്തുക്കളാണ് ആ ഷെൽഫിലിരിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു രീതിയിലാണ് പല ആളുകളും ഇപ്പോൾ സംസാരിക്കുന്നത് അടക്കം. കാരണം അതെടുത്ത് വിറ്റാൽ പോരെ, അങ്ങനെ ഒരു രീതിയാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങളും അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും പല ആളുകളും പറയുന്നത്, നിങ്ങൾക്കത് വിറ്റാൽ മതിയല്ലോ, നല്ല പൈസയല്ലേ, അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. വിറ്റുവരവ് നടക്കാതെ അല്ലാതെ ഒരു രക്ഷയും സ്വർണ്ണ വ്യാപാരികൾക്കില്ല അല്ലേ? അല്ല, ഞാൻ ഈ പറയുന്ന ആളുകൾക്കിടയിലുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പൊ താങ്കൾ അടക്കമുള്ള ആളുകൾ പറയുമ്പോൾ, നിങ്ങൾ ഇപ്പൊ ഒരു വ്യാപാരിയെ സംബന്ധിച്ച് വില കൂടുമ്പോൾ നിങ്ങളുടെ ഈ പഴയ സ്റ്റോക്ക് അല്ലേ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ വിറ്റാൽ ഈ കൂടിയ വില നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ വിറ്റാലല്ലേ ലാഭം എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ന് ഈ ബിസിനസ് നിർത്താൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഇപ്പൊ എന്റെ ഇരിക്കുന്ന സ്റ്റോക്ക് വിറ്റ് പണമാക്കി ആ പണം ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ഒരു വ്യാപാരം തുടർന്നു പോവുകയാണ്. ഇപ്പൊ ഇന്നത്തെ വിലക്ക് ഈ സ്വർണം വിറ്റാൽ നമുക്ക് ഈ നാളത്തെ ദിവസം എനിക്ക് ഇതിന് പകരം തിരിച്ച് സ്വർണം മേടിക്കണമെങ്കിൽ ഇപ്പോഴത്തെ വില കൊടുത്താലല്ലേ എനിക്ക് വാങ്ങാൻ സാധിക്കുള്ളൂ. അല്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പണ്ട് കാലത്ത് നമുക്ക് ഗ്രാമിന് 800-നോ 1000-നോ ഒക്കെ കിട്ടിയ തൊട്ടുള്ള സ്റ്റോക്കുകളില്ലേ നിങ്ങളുടെ കയ്യിൽ എന്നൊക്കെയാണ് ആളുകൾ ചില കസ്റ്റമേഴ്സ് വരുമ്പോൾ ചോദിക്കുന്നത്. അത് അവരുടെ ഒരു പരിചയമൊക്കെ വെച്ച് ചുമ്മാ ഇതായിട്ട് ചോദിക്കുന്ന. പക്ഷെ അതിന് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് വിൽക്കുമ്പോൾ നമുക്ക് ആ സ്റ്റോക്ക് തിരിച്ച് റീറ്റെയിൻ ചെയ്യണം. ആ തിരിച്ച് സ്റ്റോക്ക് വെക്കണമെങ്കിൽ ഈ പുതിയ വില നൽകിയാൽ മാത്രമല്ലേ നമുക്ക് ഇത് കിട്ടുന്നുള്ളൂ. നേരത്തെ ഇരുന്നതിന് നമ്മളുടെ മൂലധനം വർദ്ധിക്കും, നമ്മുടെ അസറ്റ് വാല്യൂ വർദ്ധിക്കും എന്നതിനെ അപ്പുറത്തേക്ക് ഈ വില കൂടി നിൽക്കുന്നതുകൊണ്ട് ഒരു വ്യാപാരിക്കും പ്രത്യേകിച്ച് ഒരു നേട്ടമില്ല. അതെല്ലാം നേട്ടങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഉപഭോക്താവിനാ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്കാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. അവര് മേടിച്ചു, അവർ ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല മേടിച്ചു വെക്കണം. അവരൊരു അസറ്റായിട്ട് അല്ലെങ്കിൽ അവര് ഒരു നിക്ഷേപം എന്ന നിലയിലാണ് വാങ്ങി വെക്കുന്നത്. അവർക്ക് ഇത് വിൽക്കുമ്പോൾ അന്നേരത്തെ ലാഭം മതി. പക്ഷെ വ്യാപാരിയെ സംബന്ധിച്ച് ഇന്നിപ്പോ വിറ്റാൽ അവർക്കത് ആ വെയിറ്റ് തിരിച്ചു വാങ്ങണമെങ്കിൽ ഇന്നത്തെ പുതിയ വില കൊടുത്താലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇരിക്കുന്ന എടുത്ത് വിറ്റാൽ കിട്ടില്ലേ എന്ന് ചോദിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമില്ല. പിന്നെ ഈ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഈ ഇരിക്കുന്ന സ്റ്റോക്കിന് പോലും ലോണിന്റെ പുറത്തായിരിക്കും ഈ സ്റ്റോക്ക് പോലും ഇരിക്കുന്നത്. അത് വിറ്റാൽ പോലും കടം തീർക്കാൻ പറ്റാത്തത്രയും ഭാരത്തിലൂടെയാണ് പല ചെറുകിട വ്യാപാരികൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. വളരെ നന്ദിയുണ്ട് ശ്രീ അരുൺ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.